സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3യുടെ ചരിത്രം തിരുത്തിക്കുറിച്ച ഐതിഹാസിക വിജയം സ്വന്തമാക്കിയ ആവിർഭവിന് നാടെങ്ങും രാജകീയ സ്വീകരണവും അഭിനന്ദന പ്രവാഹവുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ അമ്മയുടെ ജന്മദിനാഘോഷത്തിലെ ആവിർഭവിന്റെ സാന്നിധ്യം മലയാളക്കര ഒന്നടങ്കം ആഘോഷമാക്കി മാറ്റിയിരുന്നു. മലയാളത്തിന്റെ വാനമ്പാടി ചിത്രയ്ക്കൊപ്പവും വിജയാഹ്ലാദം പങ്കിടാനുള്ള അസുലഭ അവസരവും ആവിർഭവിന് ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ആവിർഭവിന്റെ വീട്ടിൽ വെച്ചും ഒരനുമോദന ചടങ്ങ് നടക്കുകയുണ്ടായി. രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ പൊന്നാടയണിയിച്ചും പുരസ്കാരങ്ങൾ നൽകിയുമാണ് ആവിർഭവ് അനുമോദിക്കപ്പെട്ടത്. പൊന്നാടയണിഞ്ഞ് പുരസ്കാരം സ്വീകരിക്കുന്ന ആവിർഭവിന്റെ നിറപുഞ്ചിരിയും ആഹ്ലാദ നിറവും മനം നിറയ്ക്കും. മക്കളുടെ പുരസ്കാരങ്ങൾക്കൊപ്പം അഭിമാനപൂർവ്വം അനുമോദന ചടങ്ങുകൾ ആസ്വദിക്കുന്ന ആവിർഭവിന്റെ രക്ഷിതാക്കളുടെ ദൃശ്യവും ഹൃദയഹാരിയാണ്. സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3യിലെ ഐതിഹാസിക വിജയം കൈവരിക്കാൻ ആവിർഭവിന് പ്രേരക ശക്തിയായി തീർന്നതും അച്ഛനും അമ്മയും ലോകമറിയേണ്ടുന്ന മ്യൂസിക്കൽ ജീനിയസായ ചേച്ചി അനിർവിനയും അടങ്ങുന്ന കുടുംബത്തിന്റെ പിന്തുണയും കൂട്ടായ പരിശ്രമവുമാണ്. ആവിർഭവിന്റെ വിജയം ആഘോഷിക്കപ്പെടുമ്പോൾ വളരെ കുഞ്ഞുനാൾ മുതലേ തൻ്റെ കുഞ്ഞു സഹോദരനെ സംഗീതം അഭ്യസിപ്പിച്ച് കേവലം 7-ാം വയസ്സിൽ സ്വപ്നതുല്യമായ ചരിത്ര വിജയം കൈവരിക്കാൻ പ്രേരക ശക്തിയായ ആവിർഭവിന്റെ ആദ്യ സംഗീത ഗുരുവായ ചേച്ചി അനിർവിനയെക്കുറിച്ചും സംഗീത പ്രതിഭകളായ അപൂർവ സഹോദരങ്ങളായ അവരുടെ നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ സഹോദര സ്നേഹത്തിന്റെ നൈർമല്യത്തെക്കുറിച്ചും പൊതുസമൂഹം വിശദമായി അറിയേണ്ടതുണ്ട്. കേവലം 6-ാം വയസ്സിൽ ആലാപന സൗകുമാര്യം കൊണ്ട് അനുഗ്രഹീത ഗായിക പി സുശീലയുടെ വരെ മനം കവർന്ന കുഞ്ഞു ഗായികയാണ് അനിർവിന്യ. 6 വയസ്സുള്ളപ്പോൾ സ്കൂളിലെ പ്രോഗ്രാമിൽ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം അനിർവിന്യ ആലപിച്ച ഹിന്ദി ഗാനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. തുടർന്ന് മറ്റൊരു സ്കൂളിലെ പരിപാടിയിൽ പാടാനുള്ള അവസരവും അനിർവിന്യയെ തേടിയെത്തുകയുണ്ടായി. അവിടെ അതിഥിയായി എത്തിയ സുശീലാമ്മയുടെ മുന്നിൽ ഓവൊരു പൂക്കളുമേ എന്ന തമിഴ് ഗാനം അനിർവിന്യ ആലപിക്കുകയുണ്ടായി. അനിർവിന്യ ആലപിച്ച തമിഴ് ഗാനം സുശീലാമ്മയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയുണ്ടായി. തുടർന്ന് CTV സരിഗമപ ലിറ്റിൽ ചാമ്പ്സ് തമിഴിലൂടെയാണ് അനിർവിന്യ റിയാലിറ്റി ഷോ രംഗത്ത് ചുവടുവെക്കുന്നത്. തമിഴ് റിയാലിറ്റി ഷോയിൽ സെമി ഫൈനൽ വരെ എത്തിയ അനിർവിന്യയ്ക്ക് തുടർന്ന് തെലുങ്ക് സരിഗമപായിലും പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. തെലുങ്ക് സരിഗമപായിലെ 3rd റണ്ണറപ്പായിരുന്നു അനിർവിന്യ. നീ പാടിന ജീവന ഗീതം ഈ ഗീതം വിരിഞ്ചിനൈ വിരചിഞ്ചിതിനി ഈ കവനം വിപഞ്ചിനൈ വിലപിഞ്ചിതിനി ഈ ഗീതം. തെലുങ്ക്, മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി, സംസ്കൃതം തുടങ്ങിയ വിവിധ ഇന്ത്യൻ ഭാഷകളിൽ മുൻനിര ഗായികമാരോട് കിടപിടിക്കുന്ന രീതിയിൽ പ്രായത്തെ വെല്ലുന്ന പ്രൊഫഷണൽ മികവോടെ അയത്നലളിതമായി ആലപിക്കുന്ന അപൂർവ സംഗീത പ്രതിഭയായ അനിർവിന്യയിൽ നിന്നും ജന്മനാ പകർന്നു കിട്ടിയതാണ് ആവിർഭവിന്റെ സംഗീതാഭിരുചി. ചേച്ചിയുടെ പാട്ടിനൊപ്പമാണ് ആവിർഭവും അവനിലെ കലാകാരനും വളർന്നത്. ആവിർഭവിന് ഏകദേശം 8 മാസം പ്രായമുള്ളപ്പോൾ മുതൽ അനിർവിന്യ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. കേവലം 1.5 വയസ്സിൽ ചേച്ചി പങ്കെടുത്ത തെലുങ്ക് സരിഗമപ്പ വേദിയിൽ ഓ സക്കനോഡ എന്ന ഗാനം പാടി തരംഗം സൃഷ്ടിച്ചാണ് ആവിർഭവ് തൻ്റെ റിയാലിറ്റി ഷോ ജീവിതവും ആരംഭിച്ചത്. അനിർവിന്യ തെലുങ്ക് റണ്ണറപ്പായപ്പോൾ ചേച്ചിയുടെ എല്ലാ പാട്ടുകൾക്കൊപ്പവും വേദിയിലെ രസകരമായ സാന്നിധ്യമായ ആവിർഭവിനെ മത്സരാർത്ഥിയല്ലാതിരുന്നിട്ട് കൂടി ബെസ്റ്റ് എൻ്റർടൈനർ അവാർഡ് നൽകിയാണ് തെലുങ്ക് സരിഗമപ്പ വേദി ആദരിച്ചത്. സംഗീതത്തിനൊപ്പം നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ സഹോദര സ്നേഹവും വാത്സല്യവും കുസൃതിയും സൗഹൃദവും നിറഞ്ഞ ഡ്യുവറ്റുകളും റീൽസുകളും സംസ്കൃത സ്തോത്രങ്ങളടക്കമുള്ള ഭക്തിസാന്ദ്രമായ കവറുകളുമൊക്കെയായി മില്യൺ റെക്കോർഡുകൾ വരെ സൃഷ്ടിച്ച് സോഷ്യൽ മീഡിയയിലും ആവിർഭവും അനിർവിന്യയും തരംഗം സൃഷ്ടിക്കാറുണ്ട്.
സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3യിലെ ലോകമെമ്പാടും തരംഗം സൃഷ്ടിച്ച മാന്ത്രിക പ്രകടനങ്ങൾക്കായി ആവിർഭവിനെ ഒരുക്കിയെടുത്തതും അനിർവിന്നെയാണ്. ക്യാപ്റ്റൻ അരുണിതയ്ക്കും ഗ്രൂമേഴ്സിനുമൊപ്പം അനിർവിന്നയുടെ പരിശീലനവും ആവിർഭവിന്റെ ചരിത്ര വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. സഹോദരനോടുള്ള സ്നേഹവാത്സല്യങ്ങൾക്കൊപ്പം മുതിർന്ന സംഗീത അധ്യാപികയുടേതിനോട് കിടപിടിക്കുന്ന പ്രായത്തെ വെല്ലുന്ന സംഗീത പാണ്ഡിത്യവും നിശ്ചയദാർഢ്യവുമായി കേവലം 7 വയസ്സുള്ള കുഞ്ഞു സഹോദരനെ ലോകപ്രശസ്തനാക്കിയ, എന്നാൽ യാതൊരു അവകാശവാദങ്ങളും ഉന്നയിക്കാതെ അവന്റെ കഷ്ടപ്പാടിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും പ്രേക്ഷകരുടെയും പിന്തുണയുടെയും ഫലമാണ് ഞാൻ കൂടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂവെന്ന് വളരെ എളിമയോടെ പ്രതികരിക്കുന്ന അനിർവിന്നയുടെയും 7 വയസ്സിൻ്റെ കുട്ടിക്കുറുമ്പുകൾക്കിടയിലും ചേച്ചിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കഠിന പരിശ്രമം ചെയ്ത് വിജയകിരീടം സ്വന്തമാക്കി ചേച്ചിക്കും കുടുംബത്തിനും ജന്മദേശത്തിനുമൊക്കെ അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയ സംഗീത കലാപ്രതിഭാസം ആവിർഭവിൻ്റെയും നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ സഹോദര സ്നേഹത്തിൻ്റെയും കെട്ടുറപ്പുള്ള കുടുംബത്തിൻ്റെ ഇഴയടുപ്പങ്ങളുടെയും നൈർമല്യം തുളുമ്പുന്ന അപൂർവ വിജയഗാഥ പൊതുസമൂഹത്തിനും മാതൃകയാണ്. First speed. Sa re ga ma pa dha ni sa sa ni dha pa ma ga re sa sa re ga ma pa dha ni sa sa ni dha സെക്കൻഡ് സ്പീഡ്. ഓക്കെ, അതങ്ങനെ അത് സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സ്പീഡ് പാടുന്നതാണോ? അല്ല, ഇച്ചിരി സ്പീഡുണ്ട്. നമ്മൾ സെക്കൻഡ് സ്പീഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സ്പീഡ് കൂടുള്ളൂ. അങ്ങനെ ഓക്കെ, പാടും. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. ഇനി തേർഡ് സ്പീഡ്. sa re ga ma pa dha ni sa sa ni dha pa ma ga re sa sa re ga ma pa dha ni sa sa ni dha pa ma ga re sa. അതിന്നാലെ പഠിച്ച പോലെയല്ലേ? ആ, അതെ. sa re ga ma pa dha ni sa sa ni dha pa ma ga re sa sa re. അല്ല, താളം. sa re ga ma pa dha ni sa sa ni dha pa ma ga re sa sa re ga ma pa dha ni sa sa ni dha pa ma ga re sa sa re ga ma pa dha ni sa sa ni dha pa ma ga re sa. അല്ലല്ല, ആദ്യം നമ്മൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഇത്ര വിരൽ വെച്ചിട്ടല്ലേ, അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയല്ല. ആദ്യം ഒരു അടി അടിക്കണം, പിന്നെ 3 വിരൽ വെക്കണം. 3 വിരൽ വെച്ചിട്ട് വേണം തിരിച്ചായിട്ട് അടിക്കാം. ഓക്കെ, പഠിക്കും. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ഉണ്ടെന്ന് പറയുന്നത് സാ രെ, ഞാൻ കാണിച്ചു തരാം. സാ രെ സാ രെ സാ രെ ഗ മ സാ രെ ഗ മ പ പ ധ ni sa sa ni sa ni sa ni dha pa sa ni dha pa ma ga re sa. ഒരു ബീറ്റിന് ഒരു സ്വരം. ഓക്കെ, 1 ബീറ്റ് 1 സ്വരം.
അപ്പൊ അങ്ങനെ വേണം പാടാനായിട്ട്. അതാണ് ഫസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അല്ല അല്ല അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ 3 വിരലും വെച്ചിട്ട് വേണം ഇങ്ങനെ 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 തട്ടിത്തിരിക്കാൻ. ഓക്കെ, അപ്പൊ ഈ വിരല് വേണ്ട, ഈ വിരല് രണ്ടും വേണ്ട. ഓക്കെ, അപ്പം ഈ 3 വിരല് മാത്രം മതി. ഓക്കെ, അടിക്കുക, ഈ 3 വിരല് വെക്കുക. ഓക്കെ, പഠിക്കും. ഇതാണ് ഫസ്റ്റ് സ്പീഡ്. ഇനി സെക്കൻഡ് സ്പീഡ് വരുമ്പോൾ ഒരടിക്ക് 2 സ്വരം വെച്ച് പാടണം. അപ്പോൾ 1 beat 2 സ്വരംസ്. അണ്ടർസ്റ്റാൻഡ്. ഓക്കെ.